الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اجعلني على خزائن الأرض إني حفيظ عليم صدق الله العظيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും യഥാർത്ഥ മുത്തഖീങ്ങളായി പുലരാനും ഒടുവിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അനുസരണമുള്ള അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായി അവനിലേക്ക് മടങ്ങാനുമുള്ള മഹാഭാഗ്യം തൗഫീഖ് തന്ന അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. അല്ലാഹുവിങ്കൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തൊട്ട് മാസങ്ങളുടെ എണ്ണം 12 ആ മഹത്തായ മാസങ്ങളിൽ 4 മാസങ്ങൾ സവിശേഷമായ പ്രാധാന്യമുള്ളതാണ്. ആ പുണ്യമാസങ്ങളിൽ ഒന്നാണ് റജബ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാനും പരിശുദ്ധമായ റമളാനിലേക്ക് ഒരുങ്ങാനുമുള്ള സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ബാരിക്നാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ റജബിലും ശഅബാനിലും തമ്പുരാനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം
വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് എന്നും നിങ്ങൾക്കറിയാം. ഒരു മനോഹരമായ ശക്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഒരു ഭരണഘടനയുടെ വെളിച്ചത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നാട് സഞ്ചരിച്ചു തുടങ്ങിയതിന്റെ ആഘോഷ ദിനവുമാണ് ഇന്ന്. ഒരു ജനത എന്ന നിലയിൽ വളരെ വലിയ ആത്മവിചാരങ്ങൾക്ക് പ്രസക്തിയുള്ള നാളുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇസ്ലാമിക ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവാചക പാരമ്പര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്ന് നമ്മൾ ഓർക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചാണ്. യൂസുഫ് കിസ്സ പറയാനല്ല, അത് നമുക്കെല്ലാം അറിയാം. വിശുദ്ധ ഖുർആൻ അതിസുന്ദരമായ കഥകൾ പറഞ്ഞു തരുന്നു എന്ന് പരാമർശിച്ചുകൊണ്ടാണല്ലോ ആ ചരിത്രങ്ങൾ തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായം യൂസുഫാണെന്നും നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഒരു ജനത എന്നുള്ള നിലക്ക് നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉത്കണ്ഠകളോടെ അല്ലെങ്കിൽ ഒട്ടൊക്കെ നിരാശയോടെ നോക്കിക്കാണുന്ന ആളുകളാണ് ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ. അതിനപ്പുറം വളരെ പ്രത്യാശയോടുകൂടി നമ്മുടെ വരാൻ പോകുന്ന നാളുകളെ നോക്കിക്കാണാൻ കഴിയേണ്ടതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങൾ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന ജീവിതത്തിലുണ്ട്. വല്ലാതെ ദീർഘിച്ചൊന്നും ഖുർആൻ യൂസുഫ് നബിയുടെ പ്രബോധന ചരിത്രം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അതുല്യമായ വ്യക്തിത്വത്തിലേക്ക്, മനോഹരമായ ജീവിതത്തിലേക്ക് വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഖുർആൻ ചെയ്യുന്നത്. നമ്മൾ ആ ചരിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ചിത്രം കാണും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു പൊട്ടക്കിണറ്റിൽ ബാലനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നിസ്സഹായതയോടുകൂടി കിടക്കുന്ന, അതിൽ തള്ളിയിടപ്പെട്ട ഒരു കുട്ടിയായി നമ്മൾ അദ്ദേഹത്തെ കാണുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കഥ പൂർണ്ണമാകുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ആ പൊട്ടക്കിണറ്റിൽ കണ്ട ആ ബാലൻ ഇരിക്കുന്നത് ആ രാജ്യം ഭരിക്കുന്ന സിംഹാസനത്തിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇത് നമുക്ക് വലിയ മോട്ടിവേഷൻ നൽകുന്ന ഒരു കഥയാണ്, ചരിത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മഹിതമായ ആ വിജയകഥകൾ, ലോകസുന്ദരൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത്. കേവലം ശരീരത്തിന്റെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ലോകസുന്ദരനാകുന്നത്, അദ്ദേഹത്തിന്റെ അതിസുന്ദരമായ ജീവിതം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കുക. പ്രിയമുള്ളവരെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മഹത്തായ വ്യക്തിത്വത്തെ ആറ്റിക്കുറുക്കി പറഞ്ഞാൽ 3 വാക്കുകളിൽ നമുക്കതിനെ വിശദീകരിക്കാം എന്ന് തോന്നുന്നു. ഒന്നാമതായി വിശ്വാസം, രണ്ടാമതായി വിശുദ്ധി, മൂന്നാമതായി വിവേകം. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വം, ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസമായിരുന്നു അടിസ്ഥാനം. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാ പ്രവാചകന്മാരും അവരുടെ അനുചരന്മാരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള അഗാധമായ വിശ്വാസമാണ്.
ആ വിശ്വാസമാണ് എടുത്തെറിയപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളിലും വെപ്രാളങ്ങളില്ലാതെ സംയമനത്തോടെ ധീരതയോടെ അതിനെ നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് എന്ന് നമ്മൾ ഓർക്കുക. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ആ ബാലൻ വെപ്രാളപ്പെട്ടില്ല എന്നാണ് ചരിത്രം. അദ്ദേഹത്തിനറിയാം തന്നെ റബ്ബ് കൊണ്ടുപോവുകയാണ് എന്ന്. പിതാവായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അള്ളാഹു നിന്നെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് എന്ന്. അങ്ങനെ സ്വന്തം സഹോദരങ്ങളുടെ ചതി അതൊരു വലിയ പരീക്ഷണമായിരുന്നു. പിന്നെ നമ്മൾ സ്ത്രീകളിൽ നിന്നുള്ള പരീക്ഷണത്തിന് വിധേയനാകുന്ന യൂസുഫ് നബിയെ കാണും. ജയിലിൽ ഒരു തടവ് പുള്ളിയായി, ജയിൽ പുള്ളിയായി കഴിയുന്ന പരീക്ഷണത്തിന്റെ കാലം വരുന്നു. ഇതെല്ലാം ശക്തമായി ഈമാനിന്റെ ആയുധം കൊണ്ട് നേരിടുവാൻ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചു എന്ന് നമ്മൾ ഓർക്കുക. സ്വന്തം സഹോദരന്മാർ ചതിക്കുകയും അപകടത്തിൽപ്പെടുത്തുകയും ചെയ്തു. ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പരത്തി പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ സാക്ഷാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന അധികാരിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി സ്വന്തം തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ച് കരുണയഭ്യർത്ഥിച്ച് നിൽക്കുന്ന സഹോദരങ്ങളുടെ ചിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ സന്ദർഭത്തിലാണ് അദ്ദേഹം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുടെ, ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ, ഏറ്റവും വലിയ സാഹോദര്യ വികാരത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് പറഞ്ഞത്, ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങൾക്കെതിരിൽ യാതൊരു ആക്ഷേപവും പറയുന്നില്ല, അല്ലെങ്കിൽ യാതൊരു പ്രതികാര നടപടിയുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ പരമദയാലുവാണല്ലോ എന്ന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിമോചനത്തിന്റെ നാളിൽ തന്റെ മുമ്പിൽ നിന്ന് പഞ്ചപുച്ഛമടക്കി നിന്ന് തന്നോട് തന്റെ ദയയാചിച്ചുകൊണ്ട് നിന്ന മുശ്രിക്കുകളുടെ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചത് ഇതായിരുന്നു എന്ന് നമുക്കറിയാം. എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ താങ്കൾ മാന്യനായ ഞങ്ങളുടെ സഹോദരന്റെ മാന്യനായ മകനാണ്, ഞങ്ങളോട് ദയവ് കാണിക്കണം എന്നൊരു സമൂഹം അഭ്യർത്ഥിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ സഹോദരനായ യൂസുഫ് പണ്ട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോട് പറയാൻ ഉപയോഗിച്ച വാക്കുകളുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇദ്ഹബൂ അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കെതിരിൽ നിന്ന് പ്രതികാര നടപടികളൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് അവരോട് ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരെ തോൽപ്പിച്ച മധുരമായ പ്രതികാരത്തിന്റെ കഥ പ്രിയമുള്ളവരെ നമുക്കറിയാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസം കൊണ്ടാണ് പരീക്ഷണങ്ങളെ അതിജീവിച്ചതെങ്കിൽ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഉമ്മത്ത് മുസ്ലിമ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടിസ്ഥാനം നമ്മൾ മുറുകെ പിടിക്കണമെന്നാണ് ഞാൻ വളരെ സിമ്പിളായി സൂചിപ്പിക്കുന്നത്. വിശ്വാസത്തിന്റെ അഗാധമായ ഈമാൻ, ആ വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്കത്തരം പരീക്ഷണങ്ങളെ അതിവർത്തിക്കാനും അതിജീവിക്കാനും സാധ്യമാകൂ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. രണ്ടാമത്തെ വാക്ക് വിശുദ്ധി എന്ന വാക്കാണ്. യൂസുഫ് നബിയോട് ചേർത്ത് വെക്കണം ആ വാക്ക്. ജീവിത വിശുദ്ധി എന്തെന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണം. എല്ലാവിധ പൈശാചിക പ്രലോഭനങ്ങളോടും രക്തത്തിളപ്പുള്ള ചോരത്തിളപ്പുള്ള യൗവനത്തിന്റെ കാലഘട്ടത്തിൽ
അദ്ദേഹം എങ്ങനെ പുറംതിരിഞ്ഞു നിന്നു എന്നത് പ്രിയമുള്ളവരെ നമുക്ക് വലിയ പാഠവും പ്രകാശവുമായി മാറേണ്ടതാണ്. നിങ്ങൾക്കറിയാം ആ സംഭവങ്ങളൊക്കെ, അതൊന്നും ആരും പറഞ്ഞു തരേണ്ടതില്ല. പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ, കാമാർത്തി പൂണ്ട ഒരു പെണ്ണ് അദ്ദേഹത്തെ പിഴപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞല്ലോ. എല്ലാ സന്ദർഭ പശ്ചാത്തലങ്ങളും ഒരുക്കി, ജനവാതിലുകളെല്ലാം കൊട്ടിയടച്ച്, വഗല്ലഖത്തിൽ അബ്വാബു വഖാലത് ഹൈതലക്, വരൂ നമുക്കൊന്ന് സുഖിക്കാം, നമുക്കൊന്ന് സഹശയനം നടത്താം എന്ന് പറയുന്ന സ്ത്രീയോട്, സ്ത്രീ സൗന്ദര്യത്തോട്, കാമത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഖാല മഅദല്ലാഹ് എന്നായിരുന്നു. പടച്ചവനിൽ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് തഖ്വയുടെ, അല്ലാഹുവിനോടുള്ള ആത്മബന്ധത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ശരണം തേടിക്കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സദാചാര രംഗത്തെ പോരായ്മകളാണ്. ഞാൻ കണക്കൊന്നും പറയേണ്ടതില്ല, വാർത്തകളെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. ഈ ഉമ്മത്തിനോട് ചേർത്ത് പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ. നമ്മളിൽ സാമ്പത്തിക കുറ്റം ചെയ്യുന്ന കുറ്റവാളികൾ, സാമ്പത്തിക കുറ്റവാളികൾ, സാൻമാർഗിക കുറ്റവാളികൾ, കുടുംബരംഗത്ത് ഏറ്റവും വലിയ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിമിനലുകൾ, ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ഉമ്മത്തിൽപ്പെട്ടവർ കുറ്റങ്ങളോട് ചേർത്ത് പറയപ്പെടുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്ത് വിജയത്തിലേക്ക് നടക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന് പ്രവാചക പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തേജസ്സാർന്ന ആ രൂപവും, ആ വ്യക്തിത്വവും, ആ ജീവിതവും, ആ ദൃഢനിശ്ചയവും പ്രിയമുള്ളവരെ നമ്മെ സ്വാധീനിക്കേണ്ടതുണ്ട് എന്നാണ് ഖാല മഅദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരമെല്ലാ അധാർമികതകളിൽ നിന്നും, അസാൻമാർഗികതകളിൽ നിന്നും, അതിക്രമങ്ങളിൽ നിന്നും, അനീതി നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഉമ്മത്ത് മുസ്ലിമക്ക് സാധ്യമാകേണ്ടതാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് വിവേകം എന്ന വാക്കാണ്. വിവേകം, ഏറ്റവും ആപ്റ്റായിട്ട് പെരുമാറുന്നതാണ് വിവേകം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, യൂസുഫ് നബിയുടെ വിവേകവുമായി ബന്ധപ്പെട്ട് തന്റെ മുമ്പിൽ വന്നു കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാത്ത, നന്മക്ക് കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാത്ത, അതെല്ലാം വളരെ വിദഗ്ധവും സമർത്ഥവുമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രവാചകന്റെ, ഒരു മനുഷ്യന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിജ്ഞാനം നൽകി, അത് നടപ്പിലാക്കാനുള്ള കഴിവ് നൽകി. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, യൗവനത്തിൽ അദ്ദേഹത്തിന് നാം വിജ്ഞാനം നൽകി എന്ന് പറയുന്നുണ്ട്. ആ വിജ്ഞാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടപ്പോൾ തന്റെ മുമ്പിലെത്തുന്ന ഒരവസരവും, നന്മക്കുള്ള ഒരു അവസരവും പാഴാക്കാതിരിക്കാനുള്ള വിവേകമാണ് അദ്ദേഹം കാണിച്ചത്. അത് പ്രബോധനത്തിനായാലും രാഷ്ട്രീയാധികാരത്തിനായാലും. തെറ്റിദ്ധരിക്കരുത്, യൂസുഫ് നബിയുടെ ചരിത്രത്തിലെ ഒരു വലിയ പോയിന്റാണ്. പ്രബോധനത്തിന് മാത്രമല്ല, രാഷ്ട്രീയാധികാരത്തിനായാലും. രാഷ്ട്രീയാധികാരം എന്ന് പറയുന്നത് ജനസേവനത്തിന്റെ ഏറ്റവും ചലനാത്മകമായ മേഖലയാണ്. ജനസേവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ്. ആ ജനസേവനത്തിന്റെ മേഖല, അതിന്റെ കാര്യത്തിലായാലും അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ജീവിത സന്ദേശമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിലെ പ്രബോധകൻ എപ്പോഴും ഉണർന്നിരിക്കുകയായിരുന്നു, എപ്പോഴും ഉണർന്നിരിക്കുകയായിരുന്നു. ദഅവത്തിന് കിട്ടുന്ന ഒരു നിമിഷവും അദ്ദേഹം പാഴാക്കി കളഞ്ഞില്ല. ജയിൽ പുള്ളിയായി കിടക്കുമ്പോൾ ആ ജയിലിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് 2 കൂട്ടുകാരെ കിട്ടി, സഹതടവുകാരെ കിട്ടി.
ആ സഹതടവുകാരോട് കിട്ടിയ അവസരത്തിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അവർ സമീപിച്ചപ്പോൾ അത് ദഅവത്തിനായി ഉപയോഗിക്കുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, വത്തബഅതു മില്ലത ആബായി ഇബ്രാഹിം വഇസ്ഹാഖ വയഅഖൂബ്. ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബുമാർ, എന്റെ പിതാക്കന്മാർ, അവര് കാണിച്ചു തന്ന വഴിയാണ് ഞാൻ പിന്തുടരുന്നത്. ഈ തടവുകാരോട് അദ്ദേഹം സംസാരിക്കുകയാണ്, ദഅവത്ത് നടത്തുകയാണ്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കാളികളാക്കരുത് എന്ന കാര്യമുണ്ടല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പങ്കുകാരാക്കാൻ ശിർക്ക് ചെയ്യാൻ നമുക്ക് പാടുള്ളതല്ല. അദ്ദേഹം പറയുകയാണ്, മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ ദാലിക മിൻ ഫളില്ലാഹി അലൈനാ വഅലന്നാസ്. ജനങ്ങളോടും അല്ലാഹു നമ്മളോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാരുണ്യമാണത്, ഔദാര്യമാണത്. വലാകിൻ അക്സറന്നാസി ലാ യഷ്കുറൂൻ. പക്ഷെ അധിക ജനവും ഭൂരിപക്ഷം ആളുകളും പടച്ചവനോട് നന്ദി കാണിക്കുന്നവരല്ല. യൂസുഫ് നബിയുടെ ജയിലിലെ പ്രബോധനം ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. യാ സാഹിബൈ സിജിൻ, അദ്ദേഹം വിളിക്കുന്നു, എന്റെ ജയിൽ സഖാക്കളെ. അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹിൽ വാഹിദുൽ ഖഹാർ. എന്റെ ജയിൽ സഖാക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഏകനായ സർവാധിനാഥനായ അല്ലാഹുവാണോ അതോ വ്യത്യസ്തങ്ങളായ കുറെ ദൈവങ്ങളാണോ? ഏതാണ് നല്ലത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും. നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇട്ട കേവലം ചില നാമങ്ങൾ, ചില പേരുകൾ മാത്രമാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു രേഖയും പ്രമാണവും തെളിവും അവതരിപ്പിക്കാത്തതാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. വിധിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. ജയിലിൽ സംസാരിക്കാനും സംവദിക്കാനും ചിലരെ കിട്ടിയപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിലെ പ്രബോധകൻ ഉണരുകയായിരുന്നു, അവരുടെ ബുദ്ധിയോട് സംവദിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, വിധിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അവനല്ലാതെ മറ്റാർക്കും വഴിപ്പെടരുതെന്ന് അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു ദാലിക ദീനുൽ ഖയ്യിം. ഇതാണ് ശരിയായ ചൊവ്വായ ജീവിതക്രമം, ദീൻ എന്ന് പറയുന്നത്. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നിങ്ങനെ വളരെ സുന്ദരമായി, സമഗ്രമായി ഇസ്ലാമിന്റെ സന്ദേശത്തെ ജയിലിൽ പരിചയപ്പെടുത്തുന്ന യൂസുഫ് നബിയെ നമ്മൾ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ നസീഹത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഇസ്ലാമിക ദഅവത്ത് എന്ന് പറയുന്ന നിയോഗം ഏത് കാലഘട്ടത്തിലും, ഏത് സന്ദർഭത്തിലും, ഏത് സാഹചര്യങ്ങളിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രവാചക പാരമ്പര്യങ്ങളുടെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ആ വഴിയിൽ മുന്നോട്ട് പോകുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞത്, ദഅവത്തിന്റെ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വന്നു കിട്ടിയാൽ അതിനെ പാഴാക്കുകയല്ല, അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പ്രവാചക മാതൃക എന്ന് പറയുന്നത്. നോക്കൂ, ഇത്തരം അനുഭവങ്ങൾ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയാധികാരം നമ്മുടെ കയ്യിലേക്ക് വരുന്ന, ഒരു പദവിയും സ്ഥാനവും കിട്ടുന്ന സന്ദർഭം നമ്മൾ പലപ്പോഴും അതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ആഗ്രഹിച്ചാൽ, അതിനായി പ്രവർത്തിച്ചാൽ അത് സ്ഥാനമോഹമാവില്ലേ? നമ്മളും അധികാര കൊതിയന്മാരാവൂലേ? പ്രിയമുള്ളവരെ, അത്തരം നെഗറ്റീവ് ചിന്തകളല്ല യൂസുഫ് നബിക്കുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത കഴിവുകൾ, അതിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ. നല്ല തീരുമാനശക്തിയും നല്ല അറിവും
അദ്ദേഹത്തിന് അല്ലാഹു യൗവനത്തിലെ നൽകിയിരുന്നു. അത് മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ ധീരമായി തന്റെ കഴിവുകളിൽ ആത്മവിശ്വാസത്തോടുകൂടി അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ, പ്രിയമുള്ളവരെ, അദ്ദേഹം രാജാവിനോട് അഭ്യർത്ഥിക്കുക പോലും ചെയ്യുന്നുണ്ട്. അദ്ദേഹം കണ്ട സ്വപ്നം, രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ ഒരുപാട് പേരെ സമീപിച്ചെങ്കിലും ആ സ്വപ്നത്തെ ശരിയായി വ്യാഖ്യാനിക്കാൻ ആർക്കും സാധ്യമായില്ല. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ സമർത്ഥമായി ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതോടുകൂടി രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ വളരെ അടുത്ത ആളായിട്ട് അദ്ദേഹം മാറുകയാണ്. ഖാല ഇന്നക്കൽ യൗമ ലദൈനാ മകീനുൻ അമീൻ, ഇന്നു മുതൽ താങ്കൾക്ക് നമ്മുടെ സന്നിധിയിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ ഓർക്കണം, മുശ്രിക്കായ രാജാവാണ്, മുശ്രിക്കായ ജനതയാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റം തൗഹീദി ആദർശം പ്രബോധനം ചെയ്യുന്ന ഒരു പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ രാജാവിന്റെ അടുത്തിരിക്കുമ്പോൾ രാജാവിനോട് പറയുകയാണ്, ഞാൻ ആമുഖമായി പാരായണം ചെയ്ത വചനം, ഖാല ഇജ്അൽനി അലാ ഖസായിനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം. നന്നായി ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ഇജ്അൽനി അലാ ഖസായിനിൽ അർദ്, രാജ്യത്തിന്റെ ഖജാനകളെല്ലാം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തികമായ ഡിപ്പാർട്ട്മെന്റ്, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന സംഗതികളെല്ലാം എന്നെ ഏൽപ്പിക്കുക. ഇന്നി ഹഫീദുൻ അലീം, ഇന്നി ഹഫീദുൻ അലീം, തീർച്ചയായും അതിന്റെ ഏറ്റവും നല്ല സംരക്ഷകനും എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് നല്ല നിശ്ചയമുള്ള, അതിനെക്കുറിച്ച് ധാരണയും അറിവുമുള്ളവനാണ് ഞാൻ. അദ്ദേഹം മറച്ചു വെക്കുന്നില്ല, നേർക്കുനേരെ പറയാണ്. അത് അധികാരത്തിനോടുള്ള മോഹം കൊണ്ടായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ പുനർനിർമ്മിക്കാനുള്ള പ്രതിഭാശേഷിയും കഴിവും അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ അറിവുകൾ പുറത്തെടുത്തുകൊണ്ട് അത് രാജ്യത്തിന് പ്രയോജനകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന പോസിറ്റീവായ ഒരു സമീപനമാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചതെന്ന് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, നമ്മൾ ആലോചിച്ചു നോക്കണം, ഇസ്ലാമിക സമൂഹം അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിങ്ങനെ അധിക്ഷേപിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും മാറ്റി നിർത്തപ്പെടാനും എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ ഇരയാകുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ പല ഉത്തരങ്ങളിൽ ഒരു ഉത്തരം വിദ്യാഭ്യാസമില്ലാത്ത, കഴിവുകളില്ലാത്ത, സാമർഥ്യങ്ങൾ പുറത്തെടുക്കാൻ കഴിവില്ലാത്ത, രാജ്യത്തെ സ്വാധീനിക്കുന്ന, ജനങ്ങളെ സ്വാധീനിക്കുന്ന മേഖലകളിൽ പങ്കാളിത്തമില്ലാത്ത, പ്രാതിനിധ്യമില്ലാത്ത ഒരു ജനതയായി നമ്മൾ മാറുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ, ഭരണരംഗങ്ങളിൽ ആ അധികാര പ്രാതിനിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നല്ല, പോയിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായ കാര്യമാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞില്ലേ, IAS എന്നൊക്കെ പറയുന്ന മേഖലകളിൽ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ മേഖലകളിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് കേവലം 3% നമ്മുടെ പ്രാതിനിധ്യം എന്നാണ്. 3%. ഒരുപാട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന റെയിൽവേ പോലുള്ള മേഖലകളിൽ 4% ഈ സമുദായത്തിന്റെ പ്രാതിനിധ്യം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയാണ് ഇന്ത്യ രാജ്യത്ത് എന്ന് നിങ്ങൾക്കറിയാം. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള നാടാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഈ നാട്ടിൽ നമ്മുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കേവലം നാമമാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. സച്ചാർ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ അധികമുള്ള ചില സംസ്ഥാനങ്ങളിൽ അവരുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഉത്കണ്ഠാജനകമാണ് കാര്യങ്ങൾ എന്നാണ്. ബംഗാൾ പോലെ, ആസാം പോലെ, ബീഹാർ പോലെ, UP പോലെയുള്ള സ്റ്റേറ്റുകളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഉത്കണ്ഠാജനകമാണ്.
എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അവസരങ്ങൾ, PSC അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ നമ്മൾ സമുദായം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചില ഉണർവുകൾ ദൃശ്യമാണ്. ഇതൊക്കെ പ്രവാചക പാരമ്പര്യങ്ങളിൽ ഉള്ളത് തന്നെയാണ്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ പറഞ്ഞല്ലോ, മുശ്രിക്കായ രാജാവിന്റെ നാട്ടിൽ, മുശ്രിക്കായ ഒരു ജനതയുടെ നാട്ടിൽ അദ്ദേഹം തന്റെ കഴിവുകളെ കുറിച്ചുള്ള ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത്, തീർച്ചയായും എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്നി ഹഫീദുൻ അലീം, എനിക്ക് ജെനുവിനായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് ഈ ജനതയെ, ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും രാജ്യത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവിടെയൊക്കെ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു ജനതയായിട്ട് ഉയർന്നു നിൽക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകപ്പാടെയുള്ള ചുരുക്കം ഇതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന ചരിത്രമൊന്നും വല്ലാതെ വിശദീകരിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ 3 വാക്കുകളിൽ തീർച്ചയായും അതെല്ലാം ഉണ്ട്. 1 വിശ്വാസം, 2 വിശുദ്ധി, 3 വിവേകം. ഈ 3 സംഗതികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായി ഈജിപ്ഷ്യൻ സമൂഹം അതിലൂടെ മാറിയെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്, വലിയ വെളിച്ചമുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.